പ്രൈസ് ദി ലോർഡ്. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ലോകം വേറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. എപ്പോൾ വരും പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രതിരിരി മനകരശ്യ അതിരിരി കരമഹലയരബദു ഋഷിക്കദരിരി മനമനശുക്കുദരിരി കലയരബഹു. യേശുവേ, 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 അങ്ങ് നീ ഞങ്ങളുടെ പക്ഷമായി നിൽക്കുന്നതിനായിട്ട് സ്തോത്രം പിതാവേ. അങ്ങ് നീ അനുകൂലനാണെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് പ്രതികൂലമാരുമില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് നീതിമാനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. ന്യായം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ ന്യായം തീർപ്പിനായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതല്ല കർത്താവായ ദൈവമേ. സ്തോത്ര. സ്നേഹവാനായ കർത്താവേ, സ്തോത്രം. അങ്ങയുടെ സ്നേഹത്താൽ കർത്താവേ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ പിതാവേ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിലനിർത്തണം കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഞങ്ങൾക്ക് സ്നേഹിപ്പാൻ സാധിക്കുകയുള്ളൂ പിതാവേ. അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ നാഥ. ക്ഷമിക്കുന്ന ഹൃദയം തരണമേ കർത്താവേ. ദൈവമേ, മറ്റുള്ളവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കഴിവുള്ള എൻ്റെ പിതാവായ ദൈവമേ, നിന്റെ ഹൃദയം ഞങ്ങൾക്ക് തന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. നിന്നെപ്പോലെ ഞങ്ങളെ മാറ്റണമേ. നിന്നെപ്പോലെ സംസാരിക്കണം കർത്താവ്. നിന്നെപ്പോലെ കാണണം കർത്താവേ. ദൈവമേ, ഈ ലോകത്തെയും കർത്താവെ, ലോകത്തിലുള്ളവരെയും ഞങ്ങൾ കാണുമ്പോൾ പിതാവെ, നീ ഞങ്ങളെ എങ്ങനെ നോക്കുന്നു അതുപോലെ കാണുവാൻ തക്കൊണ്ടുള്ള ഹൃദയം തരണമേ, കണ്ണ് തരണമേ പിതാവെ. ആത്മീയ വർധന തരണമേ, ആത്മീയ ജീവിതം തരണമേ, വിശുദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായിട്ട് വിടുതലാക്കണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വിടുതലാക്കി കർത്താവെ. പാപബന്ധനങ്ങൾ, മരണബന്ധനങ്ങൾ കർത്താവെ, എല്ലാവിധമായ ബ്ലാക്ക് മാജിക്, വൈറ്റ് മാജിക് സ്പിരിറ്റിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ തന്ന് ഞങ്ങളെ സഹായിക്കണം. അനുദിനം ഞങ്ങളെ കർത്താവെ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സന്നിധിയിലിരിക്കുന്ന എത്ര സന്തോഷം കർത്താവെ. ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കർത്താവെ സ്വർഗത്തിലെ ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുന്നത് എത്ര സന്തോഷം കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിന്നെ ആരാധിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, നിന്റെ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഇറങ്ങി വരുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം നീങ്ങി സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ കർത്താവെ, എത്ര ആനന്ദമാണ് കർത്താവെ. ഈ ലോകത്തിനെ വെറുത്ത് കർത്താവായ ദൈവത്തിനോട് ചേർന്ന് നിൽപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം കർത്താവെ ഞങ്ങളുടെ കൂടെയുണ്ട്. നിന്നോട് ഞങ്ങൾ ചേർന്നിരിപ്പാൻ, നിന്നോട് മാറോട് കർത്താവെ ചേർന്നിരിപ്പാൻ തക്കൊണ്ടുള്ള കൃപ തന്ന് കർത്താവെ.
ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ ലോകത്തിലുള്ള മനുഷ്യൻ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചാലും വിഷമിപ്പിച്ചാലും ആക്ഷേപമായിട്ട് സംസാരിച്ചാലും കർത്താവെ, ദുഷ്ടന്മാർ പരിഹാസമായിട്ട് ഞങ്ങളെ കർത്താവെ പറഞ്ഞാലും ചിരിച്ചാലും കർത്താവെ, അവരെന്തെല്ലാം പറഞ്ഞാലും കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രാണനാഥൻ കർത്താവെ നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി. നിൻ്റെ പാതയിൽ കടന്നു വരുവാനായിട്ട് സഹായിക്കണമേ. ഇതോ ഞാൻ വേഗം വരുമെന്ന് വാക്ക് തന്നിരിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങേക്കായിട്ട് കാത്തിരിപ്പാൻ തക്കണം. ഞങ്ങളുടെ കണ്ണുകൾ മങ്ങിപ്പോകാതിരിപ്പാൻ തക്കണം. നീ വരുമ്പോൾ നിന്നെ പ്രത്യക്ഷമായിട്ട് കാണുവാൻ തക്കണം. നിൻ്റെ മുഖപ്രഭാഷ അറിയുവാൻ തക്കണം. നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കണം. പരിശുദ്ധ പിതാവേ, ഓരോ ദിവസം നിൻ്റെ സ്നേഹത്തെയും നിൻ്റെ മനസ്സിനെയും നിൻ്റെ ഹൃദയത്തെയും രുചിച്ചറിയുവാൻ തക്കണം. ദൈവഹിതം പ്രവർത്തിപ്പാൻ തക്കണം. ആത്മാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാണപ്രിയ, നിന്നെ കാണുവാനായിട്ട് ആഗ്രഹമായിരിക്കുന്നു പിതാവേ. യോഗ്യതയുള്ളവരായിട്ട് ഞങ്ങളെ മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വായന വേദഭാഗം സങ്കീർത്തനങ്ങൾ 55-16 മുതൽ 23 വരെ. Psalms 55, 16 to verse 23. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തി നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് എടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു സമാധാനത്തിലാക്കി. ദൈവം കേട്ടവർക്ക് ഉത്തരമരുളും പുരാതനമേ, സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തു. തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിച്ച വാളുകളായിരുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവൻ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. യേശുവേ, അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവേ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇന്ന് കർത്താവായ ദൈവം അത് നിൻ്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക. നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ ഭാരങ്ങളുണ്ട്. ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതിനായിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഒരു ചുമൽ നമുക്ക് കിട്ടുമോ? ആരുടെയെങ്കിലും അടുത്തേക്ക് നമ്മൾ ചെന്ന് നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, തുറന്നു പറയുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം മാറിപ്പോകും എന്ന് വിചാരിച്ചിട്ട് ആരെയെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ ഭാരം വല്ലവരുടെയും ചുമലിലോട്ടെടുത്ത് വെച്ച് കൊടുത്ത് ഭാരം തീർക്കാനായിട്ടല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനം 55:22 പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഭാരം ചുമക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കർത്താവ് ഭാരം ചുമക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാ ഭാരവും ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുക. മനുഷ്യരുടെ അടുത്ത് പോയി നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ അവർ കുറച്ച് നേരം കേട്ട് കഴിഞ്ഞിട്ട് അത് എഴുന്നേറ്റങ്ങ് പോകും. അതിൽ നിന്ന് നമുക്കൊരു പ്രയോജനവും കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെയല്ല. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ ആ ഭാരം ദൈവം ഏറ്റെടുക്കുകയും നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ഒരു വിടുതലിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. ഇതുകൊണ്ടെന്നാൽ ദൈവം പരിഹാരിയാണ്. സർവശക്തനായ കർത്താവ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ ഭാരങ്ങളെല്ലാം വഹിക്കാനും ക്രൂശിൽ നമ്മുടെ ഭാരങ്ങൾ വഹിച്ചവനാണ്. ആ ഭാരമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, നമ്മൾ കർത്താവായ ദൈവത്തിനെ വേദനിപ്പിച്ചിട്ടുള്ളത്, ദൈവത്തിനെ അനുസരിക്കാത്തത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനേക്കാളേറെ മാനസാന്തരപ്പെടണം. ഓരോ ദിവസവും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ആ ഭാരം നമ്മുടെ ഹൃദയത്തിൽ തരികയില്ല. വീണ്ടും വീണ്ടും പാപം ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ ഒരുക്കിക്കൊള്ളണം. സകല ഭാരങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പേ നമ്മളെ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്,
അകൃത്യമുണ്ട്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദോഷം കരം കൊണ്ട് ചെയ്തിട്ടുണ്ടോ, കണ്ണുകൾ കൊണ്ട് മോശമായിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, ഉണർന്നിട്ടുണ്ടോ. അപ്പം ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം ശരീരത്തിന് മാത്രമല്ല ഹൃദയത്തിന് ഭാരമുണ്ടാക്കുന്നതാണ്. അതിൽ നിന്നും വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പോയി ഭാരങ്ങളെപ്പറ്റി വേദനയെപ്പറ്റി പറയുമ്പോൾ അവർക്ക് വിടുതൽ തരാൻ പറ്റുകയില്ല. എല്ലാ ദിവസവും ദൈവത്തിനോട് നമ്മൾ പശ്ചാത്തപിക്കണം, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പറയണം, നമ്മളെ ശുദ്ധീകരിക്കാൻ ചോദിക്കണം ദൈവത്തിനോട്. അത് മാത്രം ചെയ്താൽ മതി, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നമ്മളെ വിട്ട് മാറിപ്പോകും. ദൈവം ഏറ്റെടുത്തുകൊള്ളും. ആ ദൈവം നമ്മളെ എന്തുകൊണ്ടാണ് കർത്താവിനോട് നമ്മൾ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ പറയുന്നത്? ദൈവം നമ്മളെയാണ് പുലർത്തുന്ന ദൈവമാണ്. ദൈവം അല്ലാതെ നമ്മളെ പുലർത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മൾ ജോലിക്ക് പോകുന്നു, പൈസ സമ്പാദിക്കുന്നു, സാധനങ്ങൾ മേടിച്ചുകൊണ്ടിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് മാത്രം ആവത്തില്ല. എഴുന്നേറ്റ് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് ആരോഗ്യം തരേണ്ടത് ആരാ? എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള ആരോഗ്യം തരേണ്ടത് ആരാണ്? ദൈവം വിചാരിച്ചെങ്കിലേ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കത്തുള്ളൂ. ഒന്ന് ചലിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കണം, ദൈവം വിചാരിക്കണം. അപ്പം നമ്മളെ അനുദിനം പുലർത്തുന്ന ദൈവമാണ് നമ്മളോട് പറയുന്നത്, നിൻ്റെ ഭാരം എൻ്റെ മേലിലോട്ട് വെച്ച് തരാനായിട്ട് പറയുന്നത്. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നാണ്. ആ നീതിമാനായ ദൈവം നമ്മളെ പുലർത്തുന്നവനാകയാൽ കുലുങ്ങിപ്പോകുവാൻ, നാം ദൈവത്തിൻ്റെ മക്കൾ കുലുങ്ങിപ്പോകുവാനായിട്ട് ഒരു നാളും അവൻ സമ്മതിക്കത്തില്ല. കർത്താവായ ദൈവം പറയുന്നു, എൻ്റെ മക്കളെ, നിങ്ങൾ ഒരിക്കലും കുലുങ്ങിപ്പോകരുത്, വീണു പോകരുത്, താണു പോകരുത്, നശിച്ചു പോകരുത്, ബലഹീനമാവരുത്, ആത്മാവിൽ ബലപ്പെട്ടോളാനാണ് പറയുന്നത്. അപ്പം നിങ്ങളിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്നിലേക്ക് തന്നിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് വിശുദ്ധീകരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പം ദൈവം നമുക്ക് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിടുതൽ തരും. എല്ലാ ദിവസവും ദൈവസന്നിധിയിലിരുന്ന് പശ്ചാത്തപിക്കുക. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകും, ആരെങ്കിലുമൊക്കെ പള്ളു പറയും. എത്ര പ്രാർത്ഥിച്ചാലും എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അത് ചിലപ്പം കണ്ണുകൊണ്ടായിരിക്കും, ഹൃദയം കൊണ്ടായിരിക്കും, മനസ്സിലായിരിക്കും, മൈൻഡിലായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഒരു പാവം ചെയ്യുന്നില്ലായിരിക്കും, എങ്കിലും നമ്മുടെ മനസ്സിനകത്തുള്ള ദുഷ്ടചിന്തകൾ ഒരു നിമിഷം കടന്നു വന്നാലും നമ്മുടെ ശരീരത്തിനെ മൊത്തം അത് മാലിന്യമാക്കുന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും മാനസാന്തരപ്പെടുക, ഏറ്റുപറയുക. ഒരുപക്ഷെ ഒരു പാവം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എങ്കിലും നമ്മൾ അറിയാതെ ചില പാപങ്ങൾ നമ്മളിൽ വസിക്കുന്നുണ്ടാകും. ആ സർപ്പം തലപൊക്കും നമ്മളെ നശിപ്പിക്കാനായിട്ട്. അതിനെ അടിച്ച് താഴ്ത്തണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിൽ വരിക. നമ്മളെല്ലാ ദിവസവും പുലർത്തുന്ന ഒരു നീതിമാനായ ദൈവമുണ്ട്. നമ്മൾ കുലുങ്ങിപ്പോകാനായിട്ട് അവൻ അനുവദിക്കത്തില്ല. കാരണം മാറ്റമില്ലാത്തവൻ, വാക്കുമാറാത്തവൻ, വാഗ്ദത്തം തന്നാൽ നിറവേറ്റുന്നവൻ, ഒരു നാളും നമ്മളെ കൈവിടാത്ത ദൈവം, പാപം ചെയ്ത് പാപജീവിതം നയിക്കാനായിട്ട്, ഒരു പാപിയായിട്ട് ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ടുള്ള സന്തോഷത്തിലും സമാധാനത്തിലും ദൈവവുമായിട്ട് അടുത്ത് വചനത്തിലായിരിക്കുമ്പോൾ മാത്രമേ ശരീരത്തിന് രോഗങ്ങളും ഭാരങ്ങളും ഒന്നും സംഭവിക്കാതെ നമ്മുടെ ആത്മീയ ജീവിതവും ആത്മീയമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള അടുപ്പവും ഭക്തിയും ഭയവും ദൈവവചനവും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും. ശരീരം മനസ്സാത്മാവിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിനെ ദൈവം ഒരു ദുഷ്ടശക്തികൾക്കും വിട്ടുകൊടുക്കത്തില്ല. നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേത് മാത്രമാണെന്ന് പറയുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കൂടുതലും ദൈവത്തോട് അടുക്കുക. നാശക്കുഴിയിലേക്ക് ഇറങ്ങുവാനായിട്ട് ദൈവം സമ്മതിക്കത്തില്ല. വഞ്ചനയുള്ളവരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. വഞ്ചിക്കപ്പെടാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുക. ആശ്രയം ദൈവത്തിലായിക്കൊള്ളുക. നാവിനെ അടക്കിക്കൊള്ളുക, നാവിനെ സംരക്ഷിച്ചുകൊള്ളുക, സൂക്ഷിക്കുക. ദൈവഹിതമില്ലാത്തതൊന്നും സംസാരിക്കരുത്. ഹൃദയത്തിനെ സൂക്ഷിക്കുക. ദൈവമല്ലാതെ ആ ഹൃദയത്തിൽ വേറെ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഹൃദയത്തിനകത്ത് യുദ്ധം മാത്രമേ നടക്കത്തുള്ളൂ. അത് ശരീരത്തിലേക്ക് വ്യാപിക്കും, മൈൻഡിലേക്ക് വ്യാപിക്കും, ജീവിതത്തിൽ വ്യാപിക്കും, കുടുംബത്തിൽ വ്യാപിക്കും. കുടുംബത്തിൽ തന്നെ പിന്നെ അത് വലിയൊരു യുദ്ധമായിട്ട് മാറും. അതിനകത്തുനിന്ന് ഊരിക്കൊണ്ടു പോകാനായിട്ട്
നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കുക, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക.